പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നൊക്കെ നമുക്ക് തെറ്റായ ധാരണയാണ്. പിണറായി വിജയൻ സഖാവ് അരിവാൾ എറിഞ്ഞിട്ടാണ്. അതാണ് ഇനി പുതിയ കുട്ടികൾ പഠിക്കാൻ പോകുന്നതാണ്. 2016 പിണറായി വിജയൻ സഖാവ് അറബിക്കടലിൽ നിന്ന് കേരളത്തെ സൃഷ്ടിച്ചു. പരശുരാമൻ, പുതിയ പരശുരാമനാണ് വിജയൻ പരശുരാമൻ. മഴുവല്ല എറിഞ്ഞത്, അരിവാളാണ് എറിഞ്ഞത്. അങ്ങനെയൊക്കെ കുട്ടികൾ പഠിക്കും. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. മൂന്നാം തവണയും പിണറായി വിജയനാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും എല്ലാ കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം. ഞാനതാ പറയുന്നത്, മൂന്നാം തവണയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പിച്ചോ, കേരളം ഉണ്ടാക്കിയത് പിണറായി വിജയനാണ് എന്ന് വരുത്തി തീർക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കട്ടുമുടിച്ച് ഭഗവാന്റെ സ്വത്തും കട്ടുമുടിച്ച് ഏറ്റവും അവസാനത്തെ കക്കലും കോടതി പിടിച്ചു. അതായത് സ്വന്തം ഭണ്ഡാരം കക്കുക. ഇതുവരെ അന്യന്മാരുടെ ഭണ്ഡാരങ്ങൾ കട്ടു. അതായത് സർക്കാരിന്റെ ഭണ്ഡാരം പോകുന്ന പോക്കിൽ 20 കോടി, ഒന്നും രണ്ടുമല്ല കേട്ടോ, 20 കോടി. പിണറായി വിജയന് പിന്നെ 20 കോടി എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നുമല്ല. സ്വന്തം കാറിന് 1.25 കോടിയാണ്. സ്വന്തം കാറിന് 1.25 കോടി. കണ്ടത്ത് നിർത്തിയിട്ട ഹെലികോപ്റ്ററിന് പ്രതിമാസ വാടക 1 കോടി. അപ്പൊ മൂപ്പർക്ക് കോടിയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് 20 കോടി രൂപ ചെലവാക്കി. നമ്മൾ കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഇനി കഷ്ടി 1 മാസം. യഥാർത്ഥത്തിൽ 1 മാസമാണ് പിണറായി വിജയന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളത് വരുന്ന 1 മാസമാണ്. അപ്പോഴാണ് ഒരു നവകേരള സർവേ, മൂപ്പരുടെ ഏറ്റവും അവസാനത്തെ ഒരു എന്താ പറയാ, പൂഴിക്കടകനാണ് ഒരു നവകേരള സർവേ മൂപ്പരാണ്ട് നടത്തുന്നത്. 20 കോടി അതിന് ചെലവിട്ടു. ആരാ നടത്തുന്നത് അറിയോ? നമ്മളെ അന്തംകമ്പികളെ എന്ന് പറഞ്ഞാൽ സഖാക്കന്മാരെ എന്നൊന്നും പറയൂടാ, നല്ല വാക്കിന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, മോശമാക്കുന്നില്ല. പിണറായി വിജയന്റെ അപ്പി തിന്നുന്ന പിണറായിസ്റ്റുകളായ അന്തംകമ്മികളായ കുറെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട്, അത് സെലക്ട് ചെയ്ത് പാർട്ടി സെക്രട്ടറിയാണ്. ഇതിലൊക്കെ കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി സെക്രട്ടറിക്ക് എന്ത് അവകാശം എന്ന് ചോദിച്ചാൽ മിണ്ടരുത്. അങ്ങനെ പാർട്ടി സെക്രട്ടറിയാണ് ഇവരെ തെരഞ്ഞെടുത്തത്. ഒരുപാട് ചെറുപ്പക്കാരെ, യുവാക്കളെ, അന്തംകമ്മികളായ യുവാക്കളെ തെരഞ്ഞെടുത്ത് വീടാന്തരം കയറ്റുകയാണ്. എന്താ ചോദിക്കുന്നത് അറിയോ? എങ്ങനെയൊക്കെയാണ് ഭരണം ഏത് രീതിയിലാണ്, എന്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ച നിങ്ങളെല്ലാവരും സംതൃപ്തരല്ലേ? ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരണം പറയൂ. ഞങ്ങളിതാ പോകുന്നതിനോ എവിടെ 10 വർഷം ഭരിച്ചിട്ട് പോകാൻ 1 മാസം ബാക്കിയുള്ളപ്പോഴാണ് ജനങ്ങളോട് ചോദിക്കുന്നത്, ഇനി നിങ്ങൾക്ക് എന്തു വേണം, ഞങ്ങൾ ചെയ്തു തരാം. ഇമ്മാതിരി നാണം കെട്ട പരിപാടി ഇവിടെ നടക്കുമോ? എടോ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഒന്നാം തവണ പോട്ടെ, 2ാം തവണ വന്ന 2021 തുടക്കത്തിൽ ആദ്യത്തെ മാസം നിങ്ങൾ വീടാന്തരം കയറി ഇറങ്ങണമായിരുന്നു. ഞങ്ങൾ ഇതാ വീണ്ടും 5 വർഷം ഭരിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാം. ശരിയാണത്. അതിന് പകരം ഇറങ്ങിപ്പോകുമ്പോ ചോദിക്കാണ് ഞങ്ങൾ എന്തൊക്കെയാ ചെയ്തു തരേണ്ടത്. സ്ത്രീകൾ ചൂലെടുക്കൂലേ, മിണ്ടാതെ കടന്നു പോടോന്ന് ചോദിക്കൂലേ? അല്ലേ? അതല്ലേ പറയാ, കടന്നു പോടോന്ന് അറിയില്ലേ? ഇതെന്താ വെറുതെ തമാശയാക്കാൻ വരിക? നിങ്ങൾ തമാശയാക്കുക അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ പറയാ? അപ്പൊ നിങ്ങൾ എന്താ തമാശയാക്കുക? അങ്ങനെ തമാശയാക്കാൻ വരണ്ടെന്ന് ജനങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കോടതി പറഞ്ഞു 20 കോടി രൂപ തിരിച്ചടയ്ക്കണം. നിങ്ങൾ നിന്നെടുത്ത 20 കോടി തിരിച്ചടയ്ക്കണം. ഇമാതിരി പൊറാട്ട് നാടകമൊന്നും നടത്താൻ പറ്റൂല വിജയ എന്ന് പറയുന്ന കോടതിയാണ് അല്ലേ? അതാണ് സർവേ പാളി. നവകേരളം സർവേ സർക്കാരിന് തിരിച്ചടി അല്ലേ? മണ്ടക്കിട്ടടിയാണ്. നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി. ഇതിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്. നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം സർവേ അല്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നുള്ള ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും സമാഹരണം ആണ് എന്നായിരുന്നു വിശദീകരണം. CPM തീരുമാനത്തിന്റെ ചുവട് പിടിച്ചാണ് പാർട്ടി കേഡറുകളെ ഉൾപ്പെടെ ഉപയോഗിച്ച് സർവേ നടത്തിയെന്നതായിരുന്നു ഹർജിക്കാരുടെ ആരോപണം. എന്നാൽ പാർട്ടി അണികൾ ഇടത് സർക്കാരിന്റെ പദ്ധതിയുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് കേസിൽ കക്ഷി ചേർന്ന MP ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് സർവേ നടത്തിയത് എന്നും സാമ്പത്തിക അനുമതിയോടെയാണ് തുക വകയിരുത്തിയത് എന്നുമാണ് സർക്കാർ വാദിച്ചത്. വോളണ്ടിയർമാർക്ക് പ്രതിഫലം നൽകുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ വിഷയം നിയമസഭയിൽ വെക്കേണ്ടതായിരുന്നു എന്ന് കോടതി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയപ്പോൾ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് 20 കോടി ചെലവിടുന്നതിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന ഹർജിയിൽ ഇടപെടുന്നതിൽ അപാകമില്ലെന്നും വ്യക്തമാക്കി. എന്ന് പറഞ്ഞാൽ
എന്തായാലും ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ ചെയ്തു? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ ഓരോ വീട്ടിലും കയറിയിട്ട് വോട്ട് പിടിക്കാൻ അല്ലേ? ആരുടെ പൈസ കൊണ്ട്? നമ്മുടെ പൈസ കൊണ്ട്. ഈ ഒരു വളഞ്ഞ ബുദ്ധി നോക്കണേ.